മഹാലക്ഷ്മിയുടെ ഈ ചിരിക്ക് പിന്നിൽ നോവിന്റെ കണ്ണീരാഴം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ ആ ഒരു 7ാം മാസ ചടങ്ങിനിടയിൽ നമ്മുടെ പ്രതാപം വന്ന സത്യങ്ങളൊക്കെ നമ്മുടെ കണ്ണനെ അറിയിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയുടെ മുഖം അപ്പോഴും ആ ഒരു വേദന സങ്കടത്തോടുകൂടി തന്നെ നിൽക്കുവാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളുടെ മുഖം ഇപ്പോഴും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നതെന്നൊക്കെ. പിന്നീടാണ് നമ്മുടെ മുത്തശ്ശിയുടെ ആ അമ്മയുടെ പ്രതാപന്റെ അമ്മയുടെ കോൾ നമ്മുടെ വാമദേവന് വരികയാണ്. എടാ വാമദേവ, പ്രതാപൻ ഇവിടെ നിന്നും വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടടാ എന്നും പറഞ്ഞിട്ടാണ് ആ കോള്. അപ്പൊ തന്നെ നമ്മുടെ വാമദേവൻ ഓടിപ്പിടിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പ്രതാപന് കൃത്യമായിട്ട് അവിടെ വീടിന്റെ മുറ്റത്ത് എത്തുന്നുണ്ട്. പ്രതാപൻ ഇങ്ങനെ ഓടി വീടിനുള്ളിൽ കയറി, എടാ കണ്ണ, നിന്റെ അച്ഛനെ കൊന്നത് ഞാനാടാ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. കണ്ണൻ ഞെട്ടി നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ തകർന്നടിഞ്ഞ് നിൽക്കുന്നുണ്ട്. വാമദേവനാണെങ്കിൽ ഇനി എങ്ങോട്ട് പോയി ഒളിച്ചോടും എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി കഥ എന്തായി തീരും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്, അല്ലെ? മിക്കവാറും നമ്മുടെ വാമദേവനാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വാമദേവൻ പ്രതാപനെ ഇല്ലാതാക്കാനും നോക്കും. കാത്തിരുന്ന് എന്നെ കാണട്ടെ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.